നോട്ടുകൾ അസാധുവാക്കുന്നതിന് മുൻപ് ബീഹാറിൽ വൻ ഭൂമി ഇടപാട് നടന്നതായി രേഖകൾ. ബീഹാറിലെ ബി.ജെ.പി. നേതാക്കളാണ് നവംബർ ആദ്യ വാരത്തിൽ ഭൂമി ഇടപാടുകൾ നടത്തിയത്. ക്യാഷ് ന്യൂസ് ആണ് രേഖകൾ സഹിതം വാർത്ത പുറത്തുവിട്ടത്. 8 ലക്ഷം മുതൽ 1.16 കോടി വരെ വിലയുള്ള 10ഓളം ഭൂമി ഇടപാടുകളാണ് നടന്നത്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് വേണ്ടിയും വീട് വാങ്ങിയതായി വെളിപ്പെടുന്നു. വിവരങ്ങളുമായി രാജേന്ദ്രൻ ചേരുന്നുണ്ട്. രാജേന്ദ്രൻ, വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. നേരത്തെ മുതൽക്കേ തന്നെ ബി.ജെ.പി. MP അടക്കമുള്ളവർ നോട്ട് നിരോധനം അടക്കമുള്ള വിഷയങ്ങൾ മറ്റുള്ളവർക്ക് അറിയാമായിരുന്നു എന്നതിന്റെയൊക്കെ വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് വളരെ നടുക്കുന്ന വാർത്തയാണ്, നടുക്കുന്ന വെളിപ്പെടുത്തലാണ് തന്നെ പറയാം. കാരണം നേരത്തെ തന്നെ ഉയർന്ന 3 ആരോപണങ്ങൾ. ഒന്ന്, പശ്ചിമ ബംഗാളിലെ BJP നേതൃത്വം ഈ നോട്ട് അസാധുവാക്കുന്നതിന് തൊട്ടു മുമ്പ് കോടികളുടെ നിക്ഷേപം നടത്തിയിരുന്നു എന്നൊരു വാർത്ത വന്നു. രാജസ്ഥാനിലെ ഒരു BJP MLA തന്നെ ഇതെല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു എന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നു. മൂന്നാമതായി, കോർപ്പറേറ്റുകൾ വൻതോതിൽ ഇത്തരത്തിൽ ഒരു വിവരം ലഭിച്ചതിനെ തുടർന്ന് നോട്ട് അസാധുവാക്കുന്നതിന് മുമ്പ് വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന രീതിയിലുള്ള ആരോപണങ്ങളും വെളിപ്പെടുത്തലും രംഗത്ത് വന്നിരുന്നു. ഇതെല്ലാം സാധൂകരിക്കുന്ന വളരെ വലിയതും അതോടൊപ്പം തന്നെ ആധികാരികവുമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ക്യാച്ച് ന്യൂസ് എന്ന വാർത്താ ഏജൻസി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ പറയുന്നത് ബീഹാറിൽ നവംബർ ആദ്യ വാരത്തിൽ വലിയ രീതിയിലുള്ള ഭൂമി ഇടപാടുകൾ BJP നേതൃത്വം മുൻകൈയെടുത്ത് നടത്തിയെന്നതാണ്. ഏതാണ്ട് 10ഓളം വരുന്ന ഭൂമി ഇടപാടുകളാണ് നടത്തിയത്. ഏതാണ്ട് ഒരു 1,16,00,000 രൂപ വരെ വിലയുള്ള 10ഓളം ഭൂമി BJP നേതാക്കൾ തന്നെ പണം കൊടുത്ത് വലിയ തുക പണം നൽകി വാങ്ങി. ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടായിരുന്നു. കാരണം നവംബർ 8-ാം തീയതി 500 രൂപ 1000 രൂപ നോട്ടുകൾ അസാധുവാക്കുന്നു. അതുകൊണ്ട് തന്നെ കള്ളപ്പണം വെളുപ്പിക്കാൻ സാധിക്കില്ല, നോട്ടുകൾക്ക് നിയന്ത്രണം വരും. ഇതെല്ലാം മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് BJPയുടെ ദേശീയ നേതൃത്വം തന്നെ ഈ ബീഹാറിലെ BJP നേതാക്കളെ കൊണ്ട് ഈ രീതിയിൽ ചെറുതും വലുതുമായ ഭൂമി ഇടപാടുകൾ നടത്തിക്കുകയായിരുന്നു. മാത്രമല്ല, ഈ ഒരു വെളിപ്പെടുത്തൽ ഈ ഏജൻസിയോട് നടത്തിയിരിക്കുന്നത് ബീഹാറിലെ BJP MLA ആയ സഞ്ജീവ് ചൗരസിയാണ്. സഞ്ജീവ് ചൗരസിയ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി പറഞ്ഞത്, ഞങ്ങൾ ഇതിനകത്ത് ഈ ഭൂമി വാങ്ങുക എന്ന ദൗത്യം നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. എല്ലാം തന്നെ BJP നേതൃത്വമാണ് ഞങ്ങൾക്ക് ഇതിനാവശ്യമായ പണം നൽകിയത്. അത് നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. മാത്രമല്ല, ഇത് BJPയുടെ ദേശീയ അധ്യക്ഷനായ അമിത്ഷായ്ക്ക് വേണ്ടിയും ഇതേ രീതിയിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ബീഹാറിലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളായ മധുബനി, അതുപോലെ കത്തിഹാർ, മധേപുര, കിഷൻഗഞ്ച്, അർവാൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ BJP ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. നവംബർ 8-ാം തീയതി രാത്രിയാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് 500 രൂപയും 1000 രൂപയും അസാധുവാക്കുന്നതായുള്ള പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നവംബർ ആദ്യ വാരത്തിൽ എന്ന് പറയുമ്പോൾ നവംബർ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ഈ 10ഓളം വരുന്ന സ്ഥലങ്ങളിലെ ഭൂമി BJP നേതാക്കൾ വാങ്ങിക്കൂട്ടിയത്. ഇത് പാർട്ടി ഓഫീസുകളിലായി വാങ്ങിയിട്ടുണ്ട്, ചില വ്യക്തികളുടെ പേരുകളിൽ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കള്ളപ്പണം, ഈ ഒരു വിവരം, നോട്ട് അസാധുവാക്കുന്നതായുള്ള വിവരം BJP നേതാക്കൾക്ക്, അതാത് സംസ്ഥാന നേതൃത്വത്തിന് ദേശീയ നേതൃത്വം നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിരുന്നു. ഈ ഒരു വെളിപ്പെടുത്തലാണ് ക്യാച്ച് ന്യൂസ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് ഇവിടെ ബീഹാറിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല എന്നും സഞ്ജീവ് ചൗരസി വെളിപ്പെടുത്തുന്നു. സഞ്ജീവ് ചൗരസി പറഞ്ഞത് ഇത് ബീഹാറിൽ മാത്രമല്ല, ഇത് പലയിടത്തും നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇതിപ്പോൾ ബംഗാളിൽ നിന്ന് നേരത്തെ തന്നെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അവിടെ ഭൂമി വാങ്ങുകയല്ല, മറിച്ച് വലിയ രീതിയിലുള്ള നിക്ഷേപം നടത്തുക, ബാങ്കുകളിൽ നിക്ഷേപം നടത്തുക, അതാണ് അവിടെ നടന്നത്. എന്നാൽ ഇവിടെയാവട്ടെ ഭൂമി വാങ്ങിക്കൂട്ടുക എന്ന രീതിയിലാണ്. സ്വാഭാവികമായും മറ്റ് പ്രദേശങ്ങളിലെല്ലാം തന്നെ, മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന ആരോപണം വളരെ ശക്തമാണ്. ഈ ആരോപണങ്ങൾക്ക് സാധുത നൽകുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ക്യാച്ച് ന്യൂസ് നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിഷയത്തെ ഇനി എങ്ങനെയായിരിക്കും BJP നേതൃത്വം അല്ലെങ്കിൽ അവരൊക്കെ നേരിടുക എന്നതുകൂടി ശ്രദ്ധേയമാണ്. സ്വാഭാവികമായ ഭൂമി വിക്രയം എന്ന രീതിയിലൊക്കെ ആയിരിക്കും കാണുക. അതിനും അപ്പുറത്തേക്ക് ഇതിൽ സുപ്രധാനമായ വിഷയങ്ങൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? രാജേന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമിത്ഷാ അടക്കമുള്ളവരുടെ ഭൂമി ഇതിലുണ്ടെന്ന് പറയുന്നത് BJP പ്രവർത്തകർ തന്നെയാണ്. ഈ ഒരു സന്ദർഭമൊക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടി പരിശോധിച്ചാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും BJP നേതാക്കൾ അതിനോട് പ്രതികരിക്കുന്നത് കള്ളപ്പണത്തിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ നടപടികൾ അതിനെ പ്രതിരോധിക്കാനും
കള്ളപ്പണത്തിനെതിരായ നടപടികൾ പൂർണ്ണമായിട്ടും തന്നെ ഇല്ലാതാക്കാനും വേണ്ടി നടക്കുന്ന ആസൂത്രിതമായ പ്രചാരണമാണ് ഇതെല്ലാം എന്ന രീതിയിലായിരിക്കും അവരുടെ പ്രതികരണം എന്ന കാര്യം വളരെ വ്യക്തമാണ്. എന്നാൽ വേണ്ടൊരു കാര്യം പലരും തന്നെ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത എന്തെന്നാൽ നവംബർ 8-ന് മുമ്പുള്ള ചുരുങ്ങിയത് 1-2 മാസത്തെയെങ്കിലും പ്രധാനപ്പെട്ട ഭൂമി ഇടപാടുകൾ, അതുപോലെ പ്രധാനപ്പെട്ട നിക്ഷേപങ്ങൾ ആരെല്ലാമാണ് ഇവർ നടത്തിയിരിക്കുന്നത് എന്നതിനെപ്പറ്റി സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ യാഥാർത്ഥ്യം പുറത്തു വരുമെന്നതാണ്. കാരണം കോർപ്പറേറ്റുകൾ ഭീമമായ രീതിയിൽ അവരുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനായുള്ള പല രീതിയിലുള്ള, അത് ഭൂമിയായിട്ടും പുതിയ പദ്ധതികളായിട്ടും പുതിയ പദ്ധതികളായിട്ടും എല്ലാം തന്നെ ചെയ്തതായിട്ടുള്ള വെളിപ്പെടുത്തലുമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബംഗാളിൽ BJP നേതാക്കൾ നടത്തിയ ഭീമമായ ഒരു നിക്ഷേപം, ബാങ്ക് നിക്ഷേപം, അതുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ ഇതാ 10ഓളം വരുന്ന വലിയ ഭൂമി ഇടപാടുകൾ. ഇതെല്ലാം എന്തുകൊണ്ട് ഇവർ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ നോട്ട് അസാധുവാക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കൂട്ടത്തോടെ നടത്തി എന്നതിനെപ്പറ്റി സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്താണ് ഇതിൻ്റെ പിറകിലെ ലക്ഷ്യമെന്ന് അറിയാവുന്നതേ ഉള്ളൂ. എന്നാൽ അതിന് നടപടി കൈക്കൊള്ളേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അതിന് തയ്യാറാവുമെന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസം ചെല്ലുന്തോറും ഇത്തരത്തിലുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പലയിടത്തും കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഭൂമി ഇടപാടുകൾ നടത്തിക്കൊണ്ടുള്ള വലിയ നീക്കങ്ങൾ നടന്നിരുന്നു. ഈ നോട്ട് വിഷയ പ്രഖ്യാപനത്തിനൊക്കെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു, രേഖകൾ സഹിതം. നോട്ടുകൾ അസാധുവാക്കുന്നതിന് മുൻപ് തന്നെ ബീഹാറിൽ വൻ ഭൂമി ഇടപാടുകൾ നടന്നതായാണ് രേഖകൾ. ബീഹാറിലെ BJP നേതാക്കൾ നവംബർ ആദ്യ വാരത്തിൽ തന്നെ ഭൂമി ഇടപാടുകൾ നടത്തി എന്ന വാർത്താ രേഖ സഹിതം പുറത്തുവിട്ടിരിക്കുന്ന ക്യാഷ് ന്യൂസാണ്. മറ്റു വാർത്തകളിലേക്ക് പോകാം. വെടിവയ്പ്പിനെ തുടർന്ന് നിലമ്പൂർ വനത്തിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ മാവോയിസ്റ്റുകളുടെ ഒളിത്താവളം കണ്ടെത്തി. ഇവിടെ നിന്നും സ്ഫോടക വസ്തുക്കളും സോളാർ പാനൽ അടക്കമുള്ള സംവിധാനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രൂവാസു വ്യക്തമാക്കി. മറ്റ് സംസ്ഥാനങ്ങളിലെ മാവോയിസ്റ്റ് വേട്ട കേരളത്തിൽ വേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, കഴിഞ്ഞ ദിവസം നിലമ്പൂർ കാളികാവ് വനത്തിൽ വെച്ച് മാവോയിസ്റ്റ് സംഘവും തണ്ടർബോൾട്ടും തമ്മിലുണ്ടായ ഏറ്റുമുണ്ടായതിനു ശേഷമുള്ള ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് തന്നെ വരാം. മാവോയിസ്റ്റുകൾ കാളികാവ് വനം കേന്ദ്രീകരിച്ചുകൊണ്ട് ബേസ് ക്യാമ്പ് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ള സംഘം വനത്തിൽ തിരച്ചിൽ ആരംഭിച്ചത്. ഇപ്പോൾ അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. കാളികാവ് വനത്തിനകത്ത് ഏതാണ്ട് വനാതിർത്തിയിൽ നിന്ന് 5 കിലോമീറ്ററോളം അകത്ത് 2 ടെന്റുകൾ, മാവോയിസ്റ്റുകൾ ഉപയോഗിച്ചിരുന്ന 2 ടെന്റുകൾ കണ്ടെത്തി. ഈ ടെന്റുകൾ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി നിർമ്മിച്ച ടെന്റുകളാണ്. സോളാർ പാനലുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനം, അതോടൊപ്പം തന്നെ മൊബൈലുകൾ ഉപയോഗിക്കാനും വൈഫൈ ഉപയോഗിക്കാനുള്ള സംവിധാനമടക്കം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ ഭക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾ, അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 30 പേർക്ക് ഒരേ സമയത്ത് താമസിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങളുള്ള 2 ക്യാമ്പുകളാണ് കണ്ടെത്തിയത്. ഇവിടെ നിന്നും ഇതോടൊപ്പം തന്നെ സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ നമുക്ക് അതിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ഈ തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ള സംഘം കാളികാവ് വനം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തിരച്ചിൽ നടത്താനുണ്ടായ പ്രധാന കാരണം ഇന്റലിജൻസ് ബ്യൂറോയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വിവരമുണ്ടായിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗമായ നേരത്തെ മരിച്ചു എന്ന് പറയുന്ന കുപ്പുസ്വാമിയുടെ നേതൃത്വത്തിൽ മാസങ്ങളായി കാളികാവ് വനാതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് നാടുകാണി ഏരിയയിലുള്ള ഫോറസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം, കേരള കർണാടക തമിഴ്നാട് അതിർത്തിയിൽ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം വളരെ ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളായിരുന്നു നടന്നിരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് വളരെ വ്യക്തവും സ്ഥിരീകരിക്കുന്നതുമായ വിവരമായി മാറിയിരിക്കുന്നു. കൃത്യമായും ഈ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഈ ഇത്തരത്തിൽ കാളികാവ് വനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായൊരു പ്രവർത്തനം ഈ മേഖലയിലേക്ക് നടത്താനായിരുന്നു മാവോയിസ്റ്റുകൾ തീരുമാനിച്ചിരുന്നത്. ഈ വിവരം നേരത്തെ തന്നെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായും കഴിഞ്ഞ ദിവസം 60-അംഗ സംഘം, തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ള സംഘം വനത്തിൽ തിരച്ചിൽ ആരംഭിച്ചത്. കൃത്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഈ തിരച്ചിൽ. തണ്ടർബോൾട്ട് ആണെങ്കിൽ തീവ്രവാദി സ്ക്വാഡുകൾ ഉൾപ്പെടെ നേരിടുന്നതിന് വേണ്ടി വളരെ മികച്ച രീതിയിലുള്ള പരിശീലനം പൂർത്തിയാക്കി വരുന്ന ആളുകളാണ് തണ്ടർബോൾട്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയായിരുന്നു മാവോയിസ്റ്റുകളെ നേരിടാൻ ഇവർ
ഇവിടെ എത്തിയത്. അതിന്റെ ഭാഗമായാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടലിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് 2 പേർ മരണപ്പെട്ടു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരം ലഭിക്കുന്നു. മരിച്ച ഒരാൾ മാവോയിസ്റ്റ് സംഘത്തിൽപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പുസ്വാമി എന്ന ദേവരാജ്, അതോടൊപ്പം തന്നെ കാവേരി എന്ന പേരിൽ അറിയപ്പെടുന്ന അജിത എന്നിവരാണ് മരിച്ചത്. പോലീസ് കസ്റ്റഡിയിലുണ്ട് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് സോമൻ എന്നയാളുടേതാണ്. സോമൻ വർഷങ്ങളായി വയനാടായിരുന്നു താമസിച്ചിരുന്നത്. ഇവിടെ നിന്നും മാവോയിസ്റ്റ് സംഘവുമായി ബന്ധപ്പെടുകയും മാവോയിസ്റ്റ് സംഘത്തോടൊപ്പം കഴിഞ്ഞ 10 വർഷത്തോളമായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നയാളാണ്. സോമന് പരിക്കേറ്റു എന്ന വിവരം പോലീസ് നൽകുന്നു. സോമൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്തരം വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. അതിന്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ അല്പസമയങ്ങൾക്ക് തന്നെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. ഏതായാലും 12 അംഗ സംഘമാണ് ഇന്നലെ ഈ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ സമയത്ത് മാവോയിസ്റ്റ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 9 പേർ ഇപ്പോഴും ഉൾവനത്തിൽ ഉണ്ട് എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. തണ്ടർബോൾട്ടും തീവ്രവാദി വിരുദ്ധ സ്ക്വാഡും ഈ കാട് മുഴുവൻ അരിച്ചുപെറുക്കിക്കൊണ്ട് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ 2 ക്യാമ്പുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഉൾവനത്തിൽ കൂടുതൽ ക്യാമ്പുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ മാവോയിസ്റ്റ് സംഘം തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തിരച്ചിൽ തണ്ടർബോൾട്ടിന്റെ ഭാഗത്തു നിന്നും തീവ്രവാദി വിരുദ്ധ സ്ക്വാഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇന്ന് രാവിലെ മുതൽ ഈ മരിച്ച 2 പേരുടെയും മൃതദേഹത്തിന് ഇൻക്വസ്റ്റ് നടപടികൾ നടന്നു വരികയാണ്. രാവിലെ 9 മണിയോടുകൂടി ഉൾവനത്തിലേക്ക് പോയ സബ് കളക്ടർ അതോടൊപ്പം തന്നെ ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നത്. മരിച്ച അജിതയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ കുപ്പുസ്വാമിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയങ്ങൾക്കകം തന്നെ മൃതദേഹങ്ങൾ വനത്തിന് പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. ഏതാണ്ട് ഈ ഏറ്റുമുട്ടൽ കഴിഞ്ഞ് ഏതാണ്ട് ഒരു ദിവസവും 6 മണിക്കൂറും പിന്നിട്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുപ്പുസ്വാമിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അല്പസമയങ്ങൾക്കകം മൃതദേഹങ്ങൾ വനത്തിന് പുറത്തേക്ക് എത്തിച്ചുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള സംവിധാനമാണ് ആലോചിക്കുന്നത്. ഇതിനായി ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ന് വളരെ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും ആ വനത്തിനകത്ത് തണ്ടർബോൾട്ടിന്റെയും അതോടൊപ്പം തന്നെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ ശക്തമായ പരിശോധന നടത്തി വരികയാണ്. സൗമ്യ, ഇവിടെ ഇത്തരം പരിശോധനകളിൽ ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധിയായ സാധനങ്ങൾ, സോളാർ പാനൽ അടക്കമുള്ള കാര്യങ്ങൾ പല സജീവങ്ങളും പിടിച്ചെടുത്തതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടങ്ങളിലേക്കുള്ള തിരച്ചിലിന്റെ ഒരു സാധ്യതയൊക്കെ എങ്ങനെയാണ് കരുതപ്പെടുന്നത് സിജു? സൗമ്യ, പ്രധാനമായും കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടൽ നടന്ന ഒരു സാഹചര്യത്തിൽ ഈ കാളികാവ് വനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്തുള്ള പ്രദേശങ്ങളിലേക്കാണ് പരിശോധന വ്യാപകമാക്കുന്നത്. വയനാട് അതോടൊപ്പം തന്നെ നിലമ്പൂർ കാടുകൾ, പിന്നീട് അട്ടപ്പാടി മേഖലകളിലാണ് പല സാഹചര്യങ്ങളിലും മാവോയിസ്റ്റ് സംഘങ്ങളെ കണ്ടെത്തിയിരുന്നത്. ഇതുമായി ഈ വനത്തോട് ചേർന്ന് നിൽക്കുന്ന അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ആദിവാസി കോളനികളിൽ ഉൾപ്പെടെ ഇവർ എത്തിയെന്ന വാർത്തകൾ ഇടയ്ക്കിടെ വരാറുണ്ട്. അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് വാച്ചർമാർ ഉൾപ്പെടെയുള്ളവർ ഇവരെ നേരിട്ട് കാണുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ കാളികാവ് പ്രദേശത്തെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 2 മാസം മുമ്പ് പോലീസും മാവോയിസ്റ്റ് സംഘവും നേർക്കുനേർ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഇവരെ കീഴടക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. അതിനുശേഷം 2 മാസത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസത്തെ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ കാളികാവ് വനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്തുള്ള പ്രദേശങ്ങൾ കാടിനെ കുറിച്ച് കൃത്യമായി അറിയുന്ന ആളുകളുടെ സഹായത്തോടു കൂടി പരിശോധന വ്യാപകമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പരിശോധന നാളെയും തുടരും. ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ ആദിവാസി കോളനിയിലെ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായം തേടിക്കൊണ്ട് ഒരു പരിശോധന നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ 2 ഷെഡുകൾ കണ്ടെത്തിയ സ്ഥിതിക്ക് 30ഓളം പേർക്ക് താമസിക്കാവുന്ന 2 ഷെഡുകൾ, ഇവർ ബേസ് ക്യാമ്പായി ഉപയോഗിച്ചിരുന്ന ഷെഡുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇതിനകത്തേക്ക് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് വനാതിർത്തിയിൽ നിന്ന് 5 കിലോമീറ്റർ അകത്താണ് ഈ
ബേസ് ക്യാമ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഉൾവനത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങളോ ബേസ് ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോ ഒരുക്കിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരം അനുസരിച്ച് ഈ നിലമ്പൂർ കാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനമായും കേരളത്തിലെ വനാതിർത്തികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പശ്ചിമഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായാണ് നിലമ്പൂർ കാടുകളെ കണ്ടിരുന്നത്. അതിനാണ് കുപ്പുസ്വാമിയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിരുന്നത്. അതിർത്തി കേന്ദ്രീകരിച്ച് ആദിവാസി കോളനികളിലും അതോടൊപ്പം തന്നെ ജനങ്ങളിലും തങ്ങളുടെ ആശയപ്രചരണം നടത്തിക്കൊണ്ട് പാർട്ടിയുടെ സ്വാധീനം കൂടുതൽ ഉറപ്പിക്കുക, അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ഇവർക്ക് ഈ ക്യാമ്പുകളുമായി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്നത്. ഏതായാലും നിലവിൽ നിലമ്പൂർ കാടുകളിലാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും പാലക്കാട് അട്ടപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഇതിന്റെ ഭാഗമായി തന്നെ പരിശോധനകൾ ഉടൻ നടക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സൗമ്യ, സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.